പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 5-ാം മാസത്തിൻ്റെ 2ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 120-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു: ഞാൻ സമാധാനപ്രിയനാകുന്നു, ഞാൻ സംസാരിക്കുമ്പോഴേ അവർ കലശൽ തുടങ്ങുന്നു. സമാധാനമില്ലാത്ത ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ലോകത്തിൽ ഉണ്ടായിട്ടുള്ളതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമായ സകല പ്രശ്നങ്ങളുടെയും യഥാർത്ഥ കാരണം സമാധാനമില്ലായ്മയാണ്. പരസ്പരം രമ്യതയിൽ ജീവിക്കുവാൻ കഴിയുന്നിടത്താണ് സമാധാനം പുലരുന്നത്. എന്നാൽ പലപ്പോഴും സാഹചര്യങ്ങൾ നമ്മെ സമാധാനമായി ജീവിക്കുവാൻ അനുവദിക്കുകയില്ല. ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സമാധാന ദോഷികൾ നിരന്തരം ഉപദ്രവിക്കുന്നതായി ഇവിടെ സങ്കീർത്തനക്കാരൻ പാടുന്നു. സമാധാനം ലഭിക്കുന്നതിനായി തനിക്ക് ഓടി ഒളിക്കുവാനോ ചെന്ന് പാർക്കുവാനോ ഒരിടമില്ല എന്നും താൻ തിരിച്ചറിയുന്നു. സമാധാനത്തിനുള്ള ഒരു വഴിയും തൻ്റെ മുമ്പിൽ തെളിഞ്ഞ് കാണാതിരുന്നപ്പോൾ താൻ ദൈവത്തോട് നിലവിളിക്കുകയും ദൈവം തനിക്ക് അതിനുള്ള മറുപടി കൊടുക്കുകയും ചെയ്തു. ഇസ്രായേൽ ഇനത്തെ മരുഭൂമിയിൽ വെച്ച് പിന്തുടർന്ന ഫറവോൻ, ഈ ഭൂമിയിൽ ഇനി ഈ ജാതിയെ ഞാൻ വെച്ചേക്കില്ല, ഈ ഭൂമിയിൽ നിന്നും ഈ ജാതിയെ ഞാൻ തുടച്ചു മാറ്റും എന്ന് വെല്ലുവിളിച്ച് പിന്തുടർന്ന ഫറവോനെയും സൈന്യത്തെയും ഈയം പോലെ ചെങ്കടലിൽ താഴ്ത്തിക്കളഞ്ഞ ദൈവത്തിൻ്റെ കരം ഇന്ന് പകലിൽ കുഞ്ഞെ നിനക്കെതിരായി ഏതൊക്കെ വെല്ലുവിളികൾ, ഏതൊക്കെ ശത്രു എഴുന്നേൽക്കുന്നോ അവൻ്റെ തകർച്ച നീ കണ്ട് സന്തോഷിപ്പാനിടയാകും. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഫറവോൻ്റെ തകർച്ച മോശയുടെ കണ്ണ് കണ്ടു സന്തോഷിച്ചു. എന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും ദൈവകുഞ്ഞുങ്ങൾക്കും എതിരായി വെല്ലുവിളിക്കുന്ന ചില ഫറവോന്റെ ശക്തികൾ, ചില അന്ധകാരത്തിൻ്റെ മണ്ഡലങ്ങൾ ഹാലേലിയ മദ്യപച്ചും മയക്കുമരുന്നും വ്യഭിചാരങ്ങളിലും സ്തോത്രം ഹല്ലേലിയ സമാധാനം നഷ്ടപ്പെടുത്തുന്ന അനേക വ്യക്തികളുടെ സ്തോത്രം ഹല്ലേലിയ പിന്തുടർച്ചകൾ കുഞ്ഞെ നിന്റെ ജീവിതത്തിൽ സ്തോത്രം ഹല്ലേലൂയ ഉണ്ടാകുകയില്ല. അത് ഇന്നലെയോ ഇന്നോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാളെ ഉണ്ടാകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം തുടച്ചു മാറ്റുവാനിടയാകും. സമാധാനത്തിനുള്ള ഒരു വഴിയും തൻ്റെ മുമ്പിൽ തെളിഞ്ഞു കാണാതിരുന്നപ്പോൾ താൻ ദൈവത്തോട് നിലവിളിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവം തനിക്ക് അതിനുള്ള മറുപടി കൊടുക്കുകയും ചെയ്തു. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്കുത്തരം അരുളുകയും ചെയ്തു. ദൈവത്തിൽ നിന്നും അകന്നത് നിമിത്തമാണ് മനുഷ്യന് സമാധാനം നഷ്ടമാകുന്നത്. മദ്യപാനത്തിലും ഈ ലോകമോഹങ്ങളിലും പാപങ്ങളിലും പിന്തുടരുമ്പോൾ മനുഷ്യൻ്റെ സമാധാനം നഷ്ടമാകും, സ്നേഹം നഷ്ടമാകും. കുടുംബത്തിലെ ഹല്ലേലൂയ ഭാര്യയുടെ സ്നേഹം, ഭർത്താവിൻ്റെ സ്നേഹം, സഭയുടെ സ്നേഹം, ദൈവദാസന്മാരുടെ വിശ്വാസികളുടെ അങ്ങനെ തമ്മിലുള്ള സ്നേഹം നഷ്ടമാകുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സ്തോത്രം ഹല്ലേലൂയ സമാധാനക്കേട് വളരുവാനിടയാണ്. ആ ബന്ധത്തിൽ സമാധാനത്തിൻ്റെ ബന്ധത്തിൽ തിരികെ പ്രവേശിക്കുമ്പോൾ മാത്രമേ നഷ്ടമായ സമാധാനം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എപ്പോ മനുഷ്യൻ മടങ്ങി വരുമോ അപ്പോൾ മാത്രമേ സമാധാനം നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആത്മീയ സമാധാനം നഷ്ടമാകുമ്പോൾ ആന്തരിക സമാധാനവും നഷ്ടമാകും. കൂടാതെ ഒരുവനെ അലട്ടുന്ന ഭാവിയെക്കുറിച്ചുള്ള ആകുല ചിന്തകൾ തനിക്ക് ദോഷമായി തീരുമെന്ന് ചിന്തിക്കുന്ന നിരവധി വിഷയങ്ങൾ എന്നിവ നിമിത്തം ഉള്ള സമാധാനവും കൂടെ നഷ്ടമാകും. അല്ലെങ്കിൽ ജീവിതത്തിൽ നേരിട്ട കഷ്ടങ്ങളും പരാജയങ്ങളും നിമിത്തമോ ശരീരത്തിൽ അനുഭവിക്കുന്ന രോഗങ്ങൾ നിമിത്തമോ ഭാവിയിൽ തന്നെ സഹായിക്കാൻ ആരും ഉണ്ടാവുകയില്ല എന്ന ചിന്തയോ നാളെ എങ്ങനെ ജീവിക്കുമെന്നുള്ള ആശങ്കകൾ നിമിത്തവും ഒരുവൻ്റെ സമാധാനം നഷ്ടമാകാം. ഇതിനുള്ള പരിഹാരം ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവവചനത്തിൽ വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്.
മറ്റുള്ള വ്യക്തികളുമായി യോജിച്ചു പോകുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ വൈരാഗ്യത്തോടും പുച്ഛത്തോടും ആമേൻ സ്തോത്രം അപവാദം പറയുകയും ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഇല്ലാ കഥകൾ കെട്ടിച്ചമക്കുകയും ആമേൻ അങ്ങനെയുള്ള സംഭവങ്ങൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഇടപെടുമ്പോൾ ദൈവഭയമില്ലാത്ത ശത്രുക്കളുടെ നടുവിൽ അകപ്പെടുമ്പോൾ ആമേൻ ഹല്ലേലൂയ രാജ്യങ്ങളുടെ നിയമങ്ങൾ കഠിനമാകുമ്പോൾ തുടങ്ങി നിരവധി കാരണങ്ങളാലും ഒരുവന്റെ സമാധാനം നഷ്ടമാകാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ആമേൻ അനേകരുടെ സമാധാനം നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഈ സമയത്തിൽ വിദേശ രാജ്യങ്ങളിൽ ആയിരിക്കുന്ന ആമേൻ തലമുറകളെ ആമേൻ ഓർത്ത് ഭാരപ്പെടുന്ന, ആമേൻ യുദ്ധങ്ങളെ ഓർത്ത് ഭയപ്പെടുന്ന, ആമേൻ സ്തോത്രം ആമേൻ ഉപജീവനം നഷ്ടപ്പെടുന്ന, ആമേൻ എത്രയോ നന്മകൾക്കെതിരായി, തകർച്ചകൾക്കെതിരായി, ആലയങ്ങൾക്കെതിരായി, ആരാധനകൾക്കെതിരായി, വിശ്വാസ ജീവിതത്തിനെതിരായി കർത്താവേ ആമേൻ വെല്ലുവിളിച്ച് പോരാടുന്ന ആമേൻ ശത്രുവിൻ്റെ ആമേൻ ഹല്ലേലൂയ വെല്ലുവിളിയുടെ നടുവിൽ ആമേൻ ഹല്ലേലൂയ എത്രയോ പ്രിയപ്പെട്ടവർ ഓർത്ത്, പ്രിയപ്പെട്ട കുടുംബങ്ങളെ ഓർത്ത്, സഹോദരങ്ങളെ ഓർത്ത്, മാതാപിതാക്കളെ ഓർത്ത് സമാധാനം നഷ്ടപ്പെട്ടവർ എത്രയോ പേർ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ആശ്രയിക്കുവാൻ ദൈവമല്ലാതെ മറ്റൊരിടവുമില്ല. അങ്ങനെ നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ സമാധാനപ്രിയനായ ദൈവം നമ്മെ സമാധാനത്തിൽ കാത്തു പരിപാലിക്കുകയും ആശ്വാസം തരികയും ചെയ്യും. സമാധാനമായി ജീവിക്കുവാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ പാപഫലമായി അവൻ്റെ സമാധാനം നഷ്ടമായി. ഏഥേനിൽ അവർ പാപം ചെയ്തതുകൊണ്ട് ദൈവവചനത്തിനനുസരിക്കാതെ സാത്താൻ്റെ വാക്കുകൾക്കനുസരിച്ച് അവർ പാപം ചെയ്തതുകൊണ്ട് എന്തുണ്ടായി? സമാധാനം നഷ്ടമായി. പാപിയായി തീർന്ന മനുഷ്യൻ്റെ അടിയന്തര ആവശ്യം തൻ്റെ പാപത്തിന് പരിഹാരം കണ്ടെത്തി ദൈവത്തോട് നിരപ്പ് അഥവാ സമാധാനം പ്രാപിക്കുക എന്നുള്ളതാണ്. എന്നാൽ അത് മനുഷ്യൻ്റെ ഭാഗത്തു നിന്നും സാധ്യമാകാതെ ഇരുന്നത് കൊണ്ട് ദൈവം തന്നെ അതിന് മാർഗം ഒരുക്കി. യേശു ക്രിസ്തുവിൻ്റെ കാൽവരി മരണം ഈ ശത്രുതയ്ക്ക് നിത്യമായ പരിഹാരം വരുത്തുകയും ലോകത്തെയും ദൈവത്തോട് നിരപ്പിക്കുകയും ചെയ്തു. നാം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാലും ജഡത്തിൻ്റെ പല സ്വഭാവങ്ങളും നമ്മെ വിട്ടുപിരികയില്ല. ആകയാൽ ചിലതെല്ലാം നാം ഉപേക്ഷിക്കുകയും ചിലതെല്ലാം നാം സ്വയം പ്രാപിക്കുകയും വേണം. ഇല്ലെങ്കിൽ നമ്മെ ആന്തരികവും ബാഹ്യവുമായ സമാധാനം നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ നമുക്കത് ലഭിക്കൂ. നമ്മുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടതിനെ എല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പാപങ്ങളും പാപ സ്വഭാവങ്ങളും സ്തോത്രം ഹല്ലേലൂയ രഹസ്യ ബന്ധങ്ങളും രഹസ്യ പാപങ്ങളും എല്ലാം നാം ഉപേക്ഷിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ആന്തരികവും ബാഹ്യവുമായ സമാധാനം നമുക്ക് ലഭിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നവർക്ക് മഹാസമാധാനം നൽകും. ദൈവത്തോട് സമാധാനം പ്രാപിക്കാത്ത ആർക്കും നിലനിൽക്കുന്ന സമാധാനം ഉണ്ടാവുകയില്ല. ഇങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവർ സമാധാനത്തോടെ ജീവിക്കുന്നത് കാണുവാനുള്ള ക്ഷമയുമില്ല. ഹല്ലേലൂയ. ആരാധനയും പ്രാർത്ഥനയും ദൈവസ്നേഹവും ഇല്ലാത്തവർക്ക് ദൈവമക്കൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നത് കാണുവാൻ ഈ അസൂയ കൂട്ടർക്ക് കഴിയത്തില്ല. സമാധാനം മൊത്തമായും ചില്ലറയായും വിൽക്കുന്ന വലിയ പ്രവാചകന്മാരും ദർശന വീരന്മാരും ഇന്ന് ആത്മീയ മണ്ഡലത്തിൽ അരങ്ങ് തറക്കുന്നുണ്ട്. വ്യക്തികളുടെ തെറ്റുകളെ വചന വെളിച്ചത്തിൽ വെളിപ്പെടുത്താതെ ശുഭകരമായ ഭാവി മാത്രം പറഞ്ഞ് നടക്കുന്ന ഈ കൂട്ടരുടെ വഞ്ചനയിൽ അനേകർ കുടുങ്ങി അവരുടെ ഉള്ള സമാധാനവും കൂടെ നഷ്ടമായി കൊണ്ടിരിക്കുന്നു. ലോകത്തിൽ നാം മാത്രം സമാധാനം അനുഭവിച്ചാൽ മതിയെന്ന ചിന്ത ശരിയല്ല. സമാധാനമില്ലാതെ അനേക കോടിക്കണക്കിന് മനുഷ്യർ നശിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ ഹാലിയ മാനുഷികമാവും വിധം സമാധാന മാർഗം മറ്റുള്ളവരോട് പങ്കിടണം. നമ്മുടെ ജീവിതത്തിൽ ഹാലിൽ നമുക്ക് തരുന്ന ആയുസ്സും ആരോഗ്യവും നാം മറ്റുള്ളവർക്ക് യേശു ക്രിസ്തുവിൽ നാം പ്രാപിച്ച സമാധാനം അവർക്ക് പങ്കുവെക്കണം. അവരെയും ഈ സമാധാന പാതയിൽ എത്തിക്കുകയും ചെയ്യേണ്ട ചുമതല നമ്മൾ ഓരോരുത്തരും ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആമേൻ. നാം മറ്റുള്ളവരുടെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നവർ ആയിരിക്കണം. അങ്ങനെയുള്ളവർക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ കഴിയും. ആകയാൽ ആത്മാവിൻ്റെ ഫലമായ സമാധാനം നമ്മെ ഈ പ്രഭാതം ആമേൻ ഹല്ലേലൂയ എല്ലാവരുടെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. എന്നാൽ ലോകം തരാത്ത സമാധാനം, ആമേൻ അയൽ രാജ്യങ്ങൾ തരാത്ത സമാധാനം, തലമുറകൾ തരാത്ത സമാധാനം, മാതാപിതാക്കൾ തരാത്ത സമാധാനം, സ്നേഹിതർ തരാത്ത സമാധാനം നമ്മുടെ ദൈവം നമുക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. ആകയാൽ ഈ പ്രഭാതം പ്രിയ ദൈവത്തിലെ
നാം ദൈവസന്നിധിയിൽ പ്രത്യാശയോടെ നമുക്കുമായിരിക്കാം. ഞാൻ സമാധാനപ്രിയനാകുന്നു. ഞാൻ സംസാരിക്കുമ്പോഴേ അവർ കലശൽ തുടങ്ങുന്നു. സ്തോത്രം. ആരൊക്കെ കലശൽ തുടങ്ങിയാലും, ആരൊക്കെ പ്രതികൂലങ്ങൾ കൊണ്ടുവന്നാലും, ആരൊക്കെ നിന്നെ പഴിച്ചാലും, ആരൊക്കെ അപവാദങ്ങൾ പറഞ്ഞാലും ദൈവവേദിലേ നീ പരാജയപ്പെട്ടു പോകത്തില്ല. സ്തോത്രം. ശത്രു നിന്റെ മുന്നിൽ ഓടിപ്പോകുന്നത് നിനക്ക് കാണുവാൻ കഴിയും. ദുഷ്ടനെ ആരും ഓടിക്കേണ്ട, അവൻ തനിയെ ഓടിപ്പോകുന്നത് നിനക്ക് കാണുവാൻ കഴിയും. നീ തകർക്കണ്ട, നീ യുദ്ധം ചെയ്യണ്ട, നീ മിണ്ടാതിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ദുഷ്ടൻ തകരുന്നത് നിനക്ക് കാണുവാൻ കഴിയും. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു. ഈ പ്രഭാതം കർത്താവേ, ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ വാത്സല്യ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും സമാധാനം അയക്കണമേ. ഈ സമാധാനമില്ലാത്ത ലോകത്ത് കർത്താവ്, ക്രിസ്തുവിൻ്റെ സമാധാനം കർത്താവ് ഞങ്ങളിൽ വ്യാപരിക്കട്ടെ, വർദ്ധിപ്പിക്കട്ടെ. അനേകർക്കത് പകർന്നു കൊടുക്കുവാൻ സ്വർഗം ഞങ്ങളെയും ബലപ്പെടുത്തും, ശക്തീകരിക്കും. കൃപയിൽ മറയ്ക്കും, മഹത്വമെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കും സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.